അടുത്ത ടോപ്പിക്കാണ് മൈക്രോബ്സ് ഇൻ പ്രൊഡക്ഷൻ ഓഫ് ബയോഗ്യാസ്. ബയോഗ്യാസ് പ്രൊഡ്യൂസ് ചെയ്യുന്നതിൽ മൈക്രോബ്സിൻ്റെ റോൾ എന്താണെന്ന്. സോ നമ്മൾ സീവേജ് ട്രീറ്റ്മെൻറ്റ് പറഞ്ഞപ്പോൾ തന്നെ പറഞ്ഞിരുന്നു, അവിടെ മൈക്രോ ഓർഗാനിസത്തിൻ്റെ എയ്റോബിക് ആൻഡ് എനൈറോബിക് റോള്, ആ സീവേജിലുള്ള ഓർഗാനിക് മാറ്ററിനെ യൂട്ടിലൈസ് ചെയ്യാനുള്ള മൈക്രോ ഓർഗാനിസത്തിൻ്റെ റോൾ എന്താണ്. സോ ഇതേ മൈക്രോ ഓർഗാനിസംസ് തന്നെ എന്തിനെ സഹായിക്കുന്നു? ഹ്യൂമൻ വെൽഫെയർ, ബയോഗ്യാസ് പ്രൊഡ്യൂസ് ചെയ്യാനായിട്ട് സഹായിക്കുന്നു. സോ ബയോഗ്യാസ് എന്ന് പറഞ്ഞാൽ നമ്മൾ നേരത്തെ പറഞ്ഞതാണ്, സീവേജിൽ ഒരു മിക്സ്ചർ ഓഫ് ഗ്യാസുകളാണ്. അതിൽ മെയിൻ കണ്ടൻറ്റ് എന്ന് പറയുന്നത് മീഥെയിൻ ആണ്. സോ പ്രിഡോമിനൻറ്റ് കമ്പോണൻ്റ് എന്ന് പറഞ്ഞത് ബയോഗ്യാസിൽ മീഥെയിൻ ആണ്. ആൻഡ് ബയോഗ്യാസ് പ്രൊഡ്യൂസ് ചെയ്യുന്നത് മൈക്രോബ്സിൻ്റെ ആക്ടിവിറ്റിയാണ്. സോ മൈക്രോബ്സ് ആണ് ബയോഗ്യാസ് പ്രൊഡ്യൂസ് ചെയ്യണത്. സോ ബയോഗ്യാസ് എന്ന് പറയുന്നത് ഒരു മിക്സ്ചർ ഓഫ് ഗ്യാസ് ആണ്. ഇറ്റ് ഈസ് പ്രൊഡ്യൂസ്ഡ് ബൈ മൈക്രോബിയൽ ആക്ടിവിറ്റി. ഈ ബയോഗ്യാസിനെ നമ്മൾ പറഞ്ഞിരുന്നു ഫ്യൂവലായിട്ട്, ഒരു എനർജി സോഴ്സായിട്ട് നമ്മൾ യൂട്ടിലൈസ് ചെയ്യുന്നു. സോ ബയോഗ്യാസ് നമ്മൾ യൂസ്ഡ് ആസ് എ ഫ്യൂവൽ. നമ്മൾ കേട്ടിട്ടുണ്ട് മൈക്രോബ്സ് ഡിഫറെൻറ്റ് ടൈപ്പ് ഓഫ് ഗ്യാസുകൾ പ്രൊഡ്യൂസ് ചെയ്യുന്നു, ഡിഫറെൻറ്റ് ടൈപ്പ് ഓഫ് ഗ്യാഷ്യസ് എൻഡ് പ്രോഡക്റ്റ്. സോ മൈക്രോബ്സ് അതിൻ്റെ ഗ്രോത്ത് അല്ലെങ്കിൽ മെറ്റബോളിസം ഈ പ്രോസസ്സുകളിലൂടെ കടന്നു പോകുമ്പോൾ മൈക്രോബ്സ് ഡിഫറെൻറ്റ് ടൈപ്പ് ഓഫ് ഗ്യാഷ്യസ് ആയിട്ടുള്ള ഗ്യാസ് ഫോമിലുള്ള എൻഡ് പ്രോഡക്റ്റുകൾ പ്രൊഡ്യൂസ് ചെയ്യും. ഈ ഏത് ടൈപ്പ് ഗ്യാസ് ആണോ ഒരു മൈക്രോ ഓർഗാനിസം പ്രൊഡ്യൂസ് ചെയ്യണത്, അത് ഡിപ്പെൻഡ് ചെയ്യണത് ഏത് ടൈപ്പ് മൈക്രോബ്സ് ആണ്. സോ ഓരോ ഡിഫറെൻറ്റ് ടൈപ്പ് മൈക്രോബ്സുകളും ഡിഫറെൻറ്റ് ടൈപ്പ് എൻഡ് പ്രോഡക്റ്റ് അല്ലെങ്കിൽ ഡിഫറെൻറ്റ് ടൈപ്പ് ഗ്യാസുകളായിരിക്കും പ്രൊഡ്യൂസ് ചെയ്യാം. അതുപോലെ ഏത് ഓർഗാനിക് സബ്സ്ട്രേറ്റിനെ യൂട്ടിലൈസ് ചെയ്തിട്ടാണ് ഈ മൈക്രോ ഓർഗാനിസം ഏത് ഗ്യാസ് പ്രൊഡ്യൂസ് ചെയ്യുന്നത് അതിന് ഡിപ്പെൻഡ്. സോ ഏത് ടൈപ്പ് ഗ്യാസ് ആണ് പ്രൊഡ്യൂസ് ചെയ്യണത് എന്നത് ഡിപ്പെൻഡ് ചെയ്തിരിക്കുന്നത് ഒന്ന് ആ മൈക്രോ ഓർഗാനിസത്തിനെ ഡിപ്പെൻഡ് ചെയ്തിരിക്കും. രണ്ടാമത്തത് ഏത് ഓർഗാനിക് സബ്സ്ട്രേറ്റിനെയാണ് ആ മൈക്രോ ഓർഗാനിസം യൂട്ടിലൈസ് ചെയ്യുന്നത്. സോ മൈക്രോബ്സ്, ഡിഫറെൻറ്റ് ടൈപ്പ് ഓഫ് മൈക്രോബ്സ്, അതുപോലെ ഡിഫറെൻറ്റ് ടൈപ്പ് ഓഫ് ഓർഗാനിക് സബ്സ്ട്രേറ്റ്, അതിനനുസരിച്ച് പ്രൊഡ്യൂസ് ചെയ്യുന്ന ഗ്യാസുകൾ വേരി ചെയ്തിരിക്കും. ഇനി നമ്മൾ പഠിച്ചിട്ടുള്ള മുമ്പ് പഠിച്ച ഫെർമെൻറ്റേഷൻ പ്രോസസ്സുകളൊക്കെ നമ്മൾ എക്സാമ്പിൾസ് പഠിച്ചു. ഡവ് ചീസ് മേക്കിംഗ്, അതുപോലെ ബീവറേജസ് പ്രൊഡ്യൂസ് ചെയ്യണത്, ഇവിടെയൊക്കെ മൈക്രോബ്സ് തന്നെയാണ് മീഡിയേറ്റഡ് ആയിട്ടുള്ള പ്രോസസ്സുകളായിരുന്നു. അവിടെയൊക്കെ മെയിൻ ഗ്യാസ് ഈ മൈക്രോബ്സ് പ്രൊഡ്യൂസ് ചെയ്ത് ഡഫിൻ്റെ മേക്കിൽ, അതുപോലെ ദോശ ഇഡ്ഡലി, അതുപോലെ ബേക്കേഴ്സ് ഈസ്റ്റ്, അതുപോലെ ചീസ് മേക്കിങ്, ബീവറേജസിൻ്റെയൊക്കെ പ്രൊഡക്ഷനിൽ മെയിൻ ഗ്യാസ് മൈക്രോബ്സ് പ്രൊഡ്യൂസ് ചെയ്തത് ഏതായിരുന്നു? കാർബൺ ഡൈ ഓക്സൈഡ് ആയിരുന്നു. കാർബൺ ഡൈ ഓക്സൈഡ് കാരണമായിരുന്നു ഒരു പഫിങ് അപ്പിയറൻസ് വന്നത്. എന്നാൽ ചില ബാക്ടീരിയ, സെർട്ടൺ ബാക്ടീരിയ അനൈറോബിക്കലി ഗ്രോൺ സെല്ലുലോസിക് മെറ്റീരിയൽ, ചില അനൈറോബിക് ആയിട്ടുള്ള മൈക്രോ ഓർഗാനിസം, അതായത് ചില ബാക്ടീരിയ അവർക്ക് വളരാൻ ഏറ്റവും സ്യൂട്ടബിൾ ആയിട്ടുള്ളത് അനൈറോബിക് കണ്ടീഷനാണ്. അതായത് ആബ്സെൻസ് ഓഫ് ഓക്സിജനിലാണ്, ഓക്സിജൻ്റെ പ്രസൻസ് ഇല്ലാത്ത ഒരു കണ്ടീഷനിലാണ് എന്ത് സംഭവിക്കുന്നത്? ചില ബാക്ടീരിയ വളരുന്നത്. സോ ദർ ആർ സം ബാക്ടീരിയ ഗ്രോ അനൈറോബിക്കലി ഓൺ സെല്ലുലോസിക് മെറ്റീരിയൽ. സെല്ലുലോസ് പോലെയുള്ള മെറ്റീരിയലിൽ ഈ അനൈറോബിക് ആയിട്ടുള്ള മൈക്രോ ഓർഗാനിസം ലൈക്ക് ബാക്ടീരിയകൾ ഗ്രോ ചെയ്യുന്നു. എന്നിട്ട് എന്ത് ചെയ്യുന്നു? ദേ പ്രൊഡ്യൂസ് ലാർജ് എമൗണ്ട് ഓഫ് മീഥെയിൻ, കാർബൺ ഡൈ ഓക്സൈഡ് ആൻഡ് വാട്ടർ. സോ അനൈറോബിക് ആയിട്ടുള്ള മൈക്രോ ഓർഗാനിസം അനൈറോബിക്കലി ഓക്സിജൻ്റെ പ്രസൻസ് ഇല്ലാണ്ട്, ഓക്സിജൻ്റെ ആബ്സെൻസിൽ എന്ത് ചെയ്യുന്നു? സെല്ലുലോസ് പോലത്തെ മെറ്റീരിയലിൽ ഗ്രോ ചെയ്ത് അവരെന്ത് ചെയ്യുന്നു? അവർ മീഥെയിൻ, കാർബൺ ഡൈ ഓക്സൈഡ് ആൻഡ് ഹൈഡ്രജൻ പോലത്തെ ബയോഗ്യാസ് പോലത്തെ ഇതുപോലത്തെ ഗ്യാസുകളെ പ്രൊഡ്യൂസ് ചെയ്യുന്നു. മീഥെയിൻ, കാർബൺ ഡൈ ഓക്സൈഡ്, ഹൈഡ്രജൻ, അതുപോലെ ലാർജ് എമൗണ്ട് ഓഫ് മീഥെയിൻ, കാർബൺ ഡൈ ഓക്സൈഡ്, ഹൈഡ്രജനെ പ്രൊഡ്യൂസ് ചെയ്യുന്നു. അങ്ങനത്തെ ബാക്ടീരിയകളെ നമ്മൾ വിളിക്കുന്ന പേരാണ് മെത്തനോജൻസ്. അങ്ങനത്തെ ബാക്ടീരിയ വിളിക്കുന്ന പേരാണ് മെത്തനോജൻസ്. ആ മെത്തനോജൻസിൻ്റെ ഒരു എക്സാമ്പിളാണ് മെത്തനോ ബാക്ടീരിയം. സോ മെത്തനോജൻസ് പോലെയുള്ള ആ മെത്തനോ ബാക്ടീരിയം എന്ത് ചെയ്യുന്നു? നമുക്ക് എവിടെ കാണാൻ പറ്റും? നമ്മളെ സീവേജ് ട്രീറ്റ്മെൻറ്റിൽ നമുക്ക് കാണാൻ പറ്റും, അനൈറോബിക് സ്ലഡ്ജിൽ കാണാൻ പറ്റും. ഈ മെത്തനോ ബാക്ടീരിയം പോലത്തെ മെത്തനോജൻസിനെ നമുക്ക് അനൈറോബിക് സ്ലഡ്ജിൽ ഡ്യൂറിങ് സീവേജ് ട്രീറ്റ്മെൻറ്റിൽ കാണാൻ പറ്റും. സോ നമ്മൾ കണ്ടതാണ് ആ സീവേജ് ട്രീറ്റ്മെൻറ്റിൽ അനൈറോബിക് സ്ലഡ്ജ് ഡൈജസ്റ്ററിൽ അനൈറോബിക് ആയിട്ടുള്ള ബാക്ടീരിയയാണ് അവിടെയുള്ള റിമൈനിങ് ആയിട്ടുള്ളതിനെ ഡൈജസ്റ്റ് ചെയ്യാനായിട്ട് സഹായിച്ചത്. സോ മെത്തനോ ബാക്ടീരിയം പോലത്തെ മെത്തനോജൻസ് എവിടെയാണ്? അനൈറോബിക് സ്ലഡ്ജ്
സീവേജ് ട്രീറ്റ്മെൻറ്റിലും നമുക്ക് കാണാൻ പറ്റും. അതുപോലെ അവരെ നമുക്ക് റൂമൻ ഓഫ് കാറ്റിൽ, റൂമൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കാറ്റിലിൻ്റെ സ്റ്റൊമക്കിൻ്റെ ഒരു പാർട്ട് തന്നെയാണ്. സോ റൂമൻ ഓഫ് കാറ്റിൽ നമുക്ക് ആരെ കാണാൻ പറ്റും? ഈ മെത്തനോ ബാക്ടീരിയത്തിനെ കാണാൻ പറ്റും. അതുപോലെ സീവേജ് ട്രീറ്റ്മെൻറ്റിലെ അനൈറോബിക് സ്ലഡ്ജിലും നമുക്ക് എന്തിനെ കാണാൻ പറ്റും? ഈ മെത്തനോ ബാക്ടീരിയത്തിനെ കാണാൻ പറ്റും. ഈ മെത്തനോ ബാക്ടീരിയ നമ്മൾ പറയുകയാണെങ്കിൽ സെല്ലുലോസിക് മെറ്റീരിയലിനെയാണ് ഇവർ യൂട്ടിലൈസ് ചെയ്യുന്നത്. സോ സെല്ലുലോസിക് മെറ്റീരിയൽ പ്രസൻറ്റ് ഇൻ ദ ഫുഡ് ഓഫ് കാറ്റിൽ, കാറ്റിലിൻ്റെ ഫുഡ്, കാറ്റിൽ കഴിക്കുന്ന ആ ഫുഡ് എന്ന് പറയുന്നത് ഇലകളിലൊക്കെ എന്താണ് ഒരുപാട് സെല്ലുലോസ് ഉണ്ട്. സോ സെല്ലുലോസിക് മെറ്റീരിയൽ പ്രസൻറ്റ് ഇൻ ഫുഡ് ഓഫ് കാറ്റിൽ ദാറ്റ് ഈസ് ഓൾസോ പ്രസൻറ്റ് ഇൻ ദ റൂമൻ. സോ ഈ കാറ്റിൽ കഴിക്കുന്ന ആ ഭക്ഷണത്തിൽ സെല്ലുലോസിക് മെറ്റീരിയൽ ഉള്ളതുകൊണ്ട് that will be present almost in the rumen. റൂമനിലും ഈ പറഞ്ഞ സെയിം സെല്ലുലോസിക് മെറ്റീരിയലിനെ കാണാൻ പറ്റും. സോ കഴിക്കുന്ന ആ സെല്ലുലോസിക് മെറ്റീരിയൽ അവരുടെ സ്റ്റൊമക്കിൻ്റെ ഒരു പാർട്ടായ റൂമനിലും കാണാൻ പറ്റും. സോ ഈ റൂമനിൽ ഈ ബാക്ടീരിയ, ഈ മെത്തനോ ബാക്ടീരിയ, കാറ്റിലിൻ്റെ റൂമൻ എന്താ പറഞ്ഞാൽ പാർട്ട് ഓഫ് ദ സ്റ്റൊമക്ക്, ആ റൂമനിൽ ഈ മെത്തനോ ബാക്ടീരിയം എന്ന് പറഞ്ഞ മെത്തനോജൻസ് എന്ത് ചെയ്യുന്നു? ദേ ഹെൽപ്പ് ഇൻ ബ്രേക്ക് ഡൗൺ ഓഫ് സെല്ലുലോസിനെ ഇവർ കഴിക്കുന്ന ആ ഫുഡ്, ആ ഇലകളിലുള്ള സെല്ലുലോസിനെ ബ്രേക്ക് ഡൗൺ ചെയ്യാനായിട്ട് സഹായിക്കുന്നു മെത്തനോ ബാക്ടീരിയം. ആൻഡ് ദാറ്റ് വിൽ ഹെൽപ്പ് ഫോർ ദ ന്യൂട്രീഷൻ ഓഫ് കാറ്റിൽ. ദാറ്റ് ഈസ് വെരി ഇമ്പോർട്ടൻറ്റ്. കാറ്റിലിൻ്റെ ന്യൂട്രീഷനിൽ വളരെ ഇമ്പോർട്ടൻ്റ് ആണ് അവർ കഴിക്കുന്ന ആ ഫുഡിലെ, കാറ്റിൽ ഫുഡിലെ സെല്ലുലോസ് ബ്രേക്ക് ഡൗൺ ചെയ്യണം എന്നുള്ളത്. സോ കാറ്റിലിൻ്റെ ഫുഡിലെ സെല്ലുലോസ് ബ്രേക്ക് ഡൗൺ ചെയ്യുന്നതിന് സഹായിക്കുന്നതാണ് മെത്തനോ ബാക്ടീരിയം. ദാറ്റ് ഈസ് വെരി ഇമ്പോർട്ടൻറ്റ് പ്രോസസ് ഇൻ ദ ന്യൂട്രീഷൻ ഓഫ് കാറ്റിൽ. സോ കാറ്റിലിൻ്റെ ന്യൂട്രീഷനിൽ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു പ്രോസസ്സാണ് സെല്ലുലോസിൻ്റെ ബ്രേക്ക് ഡൗൺ. ഇനി ഈ കാറ്റിലിൻ്റെ എക്സ്ക്രീറ്റയിൽ നമ്മൾ പറയുന്ന കാറ്റിൽ ഡങ്, ചാണകം എന്ന് പറയുന്നത്. സോ എക്സ്ക്രീറ്റ ഓഫ് കാറ്റിൽ ഡങ് എന്ന് പറയുന്നതിനെ വിളിക്കുന്ന പേരാണ് ഗോബർ. എക്സ്ക്രീറ്റ ഓഫ് കാറ്റിൽ ഡങ്ങിനെ നമ്മൾ ഗോബർ എന്ന് പറയും. റിച്ച് ഇൻ ബാക്ടീരിയ. സോ ബാക്ടീരിയയിൽ ഒരുപാട് ബാക്ടീരിയ, മെത്തനോ ബാക്ടീരിയം പോലത്തെ ബാക്ടീരിയ ഒരുപാടുള്ളതാണ് ഈ ഗോബർ. ഈ ഗോബർ എന്താണ്? കാറ്റിലിൻ്റെ എക്സ്ക്രീറ്റ, അതായത് കാറ്റിൽ ഡങ്ങിനെയാണ് നമ്മൾ പറയുന്നത് ഗോബർ എന്ന് പറയുന്നത്. സോ ദാറ്റ് ഈസ് യൂസ്ഡ് ഫോർ ജനറേഷൻ ഓഫ് ബയോഗ്യാസ് അല്ലെങ്കിൽ ഗോബർ ഗ്യാസ്. സോ ഈ കാറ്റിൽ ഡങ് യൂസ് ചെയ്തിട്ട്, ബിക്കോസ് കാറ്റിൽ ഡങ്ങിൽ എന്തുണ്ട്? റിച്ച് ഇൻ ബാക്ടീരിയ, മെത്തനോ ബാക്ടീരിയം ഉള്ളത് കൊണ്ട് നമ്മളതിനെ ഗോബർ എന്ന് പറയും. ആ കാറ്റിൽ ഡങ്ങിനെ നമ്മൾ എന്ത് ചെയ്യുന്നു? ബയോഗ്യാസ് അഥവാ ഗോബർ ഗ്യാസ് പ്രൊഡ്യൂസ് ചെയ്യാനായിട്ട് ഉപയോഗിക്കുന്നു. സോ ഇതിൻ്റെ ചാണകം വെച്ചിട്ട് നമ്മൾ എന്ത് പ്രൊഡ്യൂസ് ചെയ്യും? ബയോഗ്യാസ് അല്ലെങ്കിൽ ഗോബർ ഗ്യാസ് പ്രൊഡ്യൂസ് ചെയ്യും. സോ ഇത്രയേ ഉള്ളൂ. ചില ബാക്ടീരിയകൾ അനൈറോബിക്കലി ഗ്രോ ചെയ്യുന്നവയാണ്. ആ ബാക്ടീരിയ അനൈറോബിക്കലി സെല്ലുലോസിക് ആയിട്ടുള്ള മെറ്റീരിയലിലാണ് ഗ്രോ ചെയ്ത് അവർ മീത്തേൻ, കാർബൺ ഡൈ ഓക്സൈഡ്, ഹൈഡ്രജൻ പോലത്തെ ഒരുപാട് ഗ്യാസുകളെ പ്രൊഡ്യൂസ് ചെയ്യുന്നു. അങ്ങനത്തെ ബാക്ടീരിയ മെത്തനോജൻസ് എന്നാണ് പറയുക. അവരെ വിളിക്കുന്ന പേരാണ് മെത്തനോ ബാക്ടീരിയം. ആ മെത്തനോ ബാക്ടീരിയത്തിന് നമുക്ക് അനൈറോബിക് സ്ലഡ്ജിലും സീവേജ് ട്രീറ്റ്മെൻറ്റിലുള്ള അനൈറോബിക് സ്ലഡ്ജിലും കാറ്റിലിൻ്റെ റൂമനിലും കാണാൻ പറ്റും. ആ കാറ്റിൽ ഫുഡ് ഓഫ് കാറ്റിൽ സെല്ലുലോസിക് മെറ്റീരിയൽ ഒരുപാടുണ്ട്. ആ സെല്ലുലോസിനെ ബ്രേക്ക് ഡൗൺ ചെയ്യാനായിട്ട് ഈ മെത്തനോ ബാക്ടീരിയം സഹായിക്കുന്നു. അങ്ങനെ കാറ്റിലിൻ്റെ ന്യൂട്രീഷൻ നടക്കുന്നു. സോ ആ കാറ്റിലിൽ നിന്ന് പുറത്തു പോകുന്ന എക്സ്ക്രീറ്റ, കാറ്റിൽ ഡങ്ങിനെ നമ്മൾ ഗോബർ എന്ന് പറയുന്നു. ബിക്കോസ് അതിൽ ഒരുപാട് മെത്തനോ ബാക്ടീരിയം ഉണ്ടായിരിക്കും. ഈ കാറ്റിൽ ഡങ്ങിനെ എന്ത് ചെയ്യാനായിട്ട്? ബയോഗ്യാസ് അഥവാ ഗോബർ ഗ്യാസ് പ്രൊഡ്യൂസ് ചെയ്യാനായിട്ട് ഉപയോഗിക്കുന്നതാണ്. ഇനി എങ്ങനെയാണ് ഒരു ബയോഗ്യാസ് പ്ലാന്റ് എന്ന് നമുക്ക് നോക്കാം.